ഡോണർ സാജു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്മന്തൊട്ടി സെൻറ് ജോർജ് ഫോറൻ ഇടവാംഗമാണ്. ആദ്യമേ തന്നെ സാക്ഷ്യം പറയുന്ന അവസരം തന്ന നിഷോപ്പായ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു. ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷയിൽ സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 May 20th ഉടമ്പടി എടുക്കാനുള്ള റീസൺ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഈശോനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് യേശുപിതാവിനോടായിരുന്നു. ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ കിടന്നുറങ്ങുന്ന യേശുപിതാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ മാതാവിനെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ഇന്നർ ഡിവോഷൻ എനിക്ക് മാതാവിൻ്റെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നലുണ്ടായി എനിക്ക് ഉടമ്പടി എടുക്കാം, അങ്ങനെയാണെങ്കിൽ ഡെയിലി എനിക്ക് കൊന്ത ചെല്ലാലോ എന്നൊരു ആഗ്രഹം എനിക്ക് പെട്ടെന്ന് കയറി വന്നു. ഉടമ്പടിയിലേക്ക് വരാനുള്ള വഴി ഞാൻ പറയാം. അതിന് മുമ്പേ തന്നെ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കുറേ മരിയൻ പ്രസൻസുകൾ കിട്ടാൻ തുടങ്ങി. അതായത് ഞാൻ ഉടമ്പടി ഫസ്റ്റ് ടൈം തീർത്ഥാടന ഉടമ്പടിയാണ് എടുത്തത്. ആ സമയത്ത് ഞാൻ മൈസൂരിൽ ജർമ്മൻ പഠിക്കുമായിരുന്നു. അപ്പം ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞാൻ ഇനി നോർമലി എൻ്റെ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ കൊന്ത ചെല്ലിയും. അതിൻ്റെ പെട്ടെന്ന് ഒരു 4-5 ദിവസമൊക്കെ ഇപ്പം തോന്നി എന്തായാലും കൊന്ത ചെല്ലണമല്ലോ, എന്നാൽ പിന്നെ ഒരു തിരിയിലും കത്തിച്ച് മുട്ടുകുത്തിയും കൈയൊക്കെ വിരിച്ച് കൊന്ത ചെല്ലാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയിട്ട് കടയിൽ പോയിട്ട് നോർമൽ നമ്മുടെ വൈറ്റ് ക്യാൻഡിൽസ് തന്നെ മേടിച്ചിട്ട് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു പ്രയർ ഹോൾ ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 4-ാമത്തെ ദിവസത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് നോക്കുമ്പോൾ തിരി ഭയങ്കരമായിട്ട് ആളി കത്തുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പം ഒരു ഭയങ്കര ഹാർട്ട് ഷേപ്പ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അവരെല്ലാവരും വന്നിട്ട് അവർ ഫോണിൽ ഫോട്ടോസ് എടുത്തു. പിറ്റേ ദിവസം ഞാൻ ഭയങ്കര വേണ്ടി നോക്കിയിരുന്നു. വൈകുന്നേരം അപ്പോൾ ഞാൻ കൊന്ത ചെല്ലിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു അടിപൊളി പൂവ് വന്നു കൊന്ത ചെല്ലുന്ന സമയത്ത്. അന്ന് കൊള്ളാമല്ല, എന്നാൽ ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ നോക്കിയിരുന്നു. അങ്ങനെ ചെല്ലിയപ്പം ആദ്യം ഒരു പൂ വന്നു, ബാക്കിൽ കൂടെ വേറൊരു പൂ വന്നു. പിറ്റേ ദിവസം കൊന്ത ചെല്ലിയപ്പം ഒരു വലിയ പൂ, അതിന് നടുക്ക് ഒരു വെള്ള മാതാവും. ഏത് മാതാവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ നമ്പർ 13 ഒരു മാതാവായിരുന്നു. അങ്ങനെ ഡെയിലി എനിക്ക് വരാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഫോണിൽ ഫോട്ടോസും കൊണ്ട് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ ഫുള്ളായതുകൊണ്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു കൃപാസന മാതാവിൻ്റെ. അങ്ങനെ ഫോട്ടോസ് ഫുൾ അതിൽ സേവ് ചെയ്യാൻ തുടങ്ങി. ലേറ്റ് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഡിവൈൻ മിറാക്കിൾസ് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഫോട്ടോസ് ഫുൾ അതിൽ സേവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വേറൊരു മരിയൻ പ്രസൻസ് ആയിരുന്നു. അതായത് ഞാൻ December 7 എനിക്ക് ഇവിടെ വരണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ റൂമിൽ വെച്ചിട്ട് ഫുൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. എന്നിട്ട് 2 മണിയായപ്പോഴത്തേക്കും ഞാൻ കൊന്ത എല്ലാം തുടങ്ങി. 2:30 ആയപ്പോഴത്തേക്കും ഞാൻ നീലത്തിരി കത്തിച്ചിട്ട് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കുറച്ച് നോക്കുമ്പം അപ്പം തന്നെ തിരി ഭയങ്കര ആളി കത്തി. അപ്പം ഞാൻ ഓർത്ത് മേ ബി പൂവ് ഹാർട്ട് എന്തെങ്കിലും വരാനായിരിക്കുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. തിരിയിലെ സൈഡിൽ മാതാവിൻ്റെ സ്റ്റാച്ചു വന്നു. അങ്ങനെ December 7 ഉച്ചയ്ക്ക് 2:30 മാതാവിൻ്റെ തിരിയിൽ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മാതാ കുറേ പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ മാതാവിന് വലിയൊരു സ്റ്റാച്ചു വന്നു. അന്നത്തെ മാതാവിന് കണ്ണടക്കം ശരിക്കും തിരിയും. അത് കഴിഞ്ഞിട്ട് പച്ചത്തിരിയിൽ കുറേ പ്രാവശ്യം സിൽവർ കളർ ഗ്രേ മാതാവ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ മരിയൻ പ്രസൻസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു മരിയൻ പ്രസൻസ് ആയിരുന്നു. ഞാൻ തിരുവല്ലയിൽ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങുമായിരുന്നു. ഒരു പകൽ ഒരു 5:20 സംതിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ആരോ വന്നിട്ട് കൈ ഒന്ന് ഒറ്റയടി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നെ അടിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ കുറച്ച് മാറിയാണ് റൂമിൽ താമസിക്കണേ. അപ്പം എനിക്ക് ഞാനൊരു ഉറക്കക്കാരിയാണ്. ആരെങ്കിലും ഉറക്കത്തിൽ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പിന്നെ കണ്ണടച്ച് കണ്ടുറങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കൈ വന്ന് എൻ്റെ വയറിൽ വന്ന് പിടിച്ചു. എനിക്ക് കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഒന്ന് കൈ വന്ന് പിടിച്ചു. പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. സമയം നോക്കുമ്പോൾ 5:30 ആയിരുന്നു. മാതാവ് എന്നെ പ്രേയർ എലമെൻറ്റ് വിളിച്ചതാണ്. അങ്ങനെ 5:30 ഞാൻ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലി. ഞാൻ ഡെയിലി പള്ളി പോകാറുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ മരിയൻ പ്രസൻസ് കിട്ടി. അതേപോലെ തന്നെ എനിക്ക് കുറേ പ്രാവശ്യം സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ January 26 ഒരു കാർണിപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഞാൻ കെയർ ഹോമിൽ ഡെയിലി മിക്ക ആഴ്ചയും പോകാറുണ്ട്. അങ്ങനെ അവിടെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഭയങ്കര വെയിലായിരുന്നു. ഞാനൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പറഞ്ഞു, മാതാവേ 56 പത്രം എൻ്റെ കയ്യിലുണ്ട്, എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് എനിക്കറിയില്ല, അർഹതപ്പെട്ടവർ മാതാവിന് മുന്നിൽ കൊണ്ട് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറയിലും പെട്ടെന്ന് മുല്ലപ്പൂനും വേണം ഒരു 5 മിനിറ്റത്തേക്ക് എനിക്കുണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ എനിക്ക് 56 പത്രം കൊടുത്തു തീർക്കാനും പറ്റി. അതേപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കോൺവെൻറ്റിൽ എന്ന സമയത്ത് അപ്പോൾ ഞാൻ ടെറസിൽ നിന്ന് പഠിക്കുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, എടി എങ്ങനെ കാർണിപ്രവൃത്തിയിൽ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അതും ഓൾമോസ്റ്റ് 5 മിനിറ്റോളം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മരിയൻ പ്രസൻസിൽ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊന്ത ചെല്ലാത്ത എന്നെ മാതാവ് കൊന്ത ചെല്ലാൻ വലിയൊരു കൃപാവര മാതാവ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കുന്നു മുമ്പ് ഞാൻ മാതാവിനെ ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ ധ്യാനമൊക്കെ കൂടി കുമ്പസാരിച്ച് നല്ല അരൂപിലായിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിളൊക്കെ എടുത്തു. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകണോ വേണ്ടിയോ? അപ്പം ബൈബിൾ തുറന്നപ്പം കിട്ടിയ വചനം ലൂക്ക 8:48, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. അങ്ങനെ ഈശോ എന്നോട് പൊക്കോളം പറഞ്ഞു. ആ ഒരു ബേസിൽ ഞാൻ ജർമ്മൻ മൈസൂരിലാണ് പഠിക്കാൻ കയറിയത്. അപ്പം ഡെയിലി എനിക്ക് പള്ളി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാർഡിനെ ചോദിച്ചു, മാം എനിക്ക് ഡെയിലി പള്ളി പോകുന്ന ആഗ്രഹമുണ്ട്, എനിക്ക് പെർമിഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജർ തരുവാണെങ്കിൽ മാത്രം ഡെയിലി പള്ളി പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാനേജറിന് വേണ്ടി ലെറ്റർ എഴുതി. അങ്ങനെ പുള്ളിക്കാരൻ സംബന്ധിച്ച് ഡെയിലി പള്ളി പൊക്കോളം പറഞ്ഞു. അങ്ങനെ എന്നോട് 2 ഫ്രണ്ട്സും ഞങ്ങൾ ഡെയിലി പള്ളി പോകുമായിരുന്നു. അങ്ങനെ പള്ളി പോകുമായിരുന്നെങ്കിലും ഞാൻ കൊന്ത ചെല്ലാറില്ലായിരുന്നു. മൈസൂർ എത്തിക്കേണ്ടത് ഞാൻ 2-3 ദിവസം കൊന്ത ചെല്ലിയാൽ പിന്നെ അതോടെ കൊന്ത നിർത്തിയതാണ്. അപ്പം May 1st വീക്കൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം വരാൻ തുടങ്ങി. അതായത് കൊന്ത ചെല്ലാൻ പറ്റുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി ഉടമ്പടി എടുക്കുവാണെങ്കിൽ കൊന്ത ചെല്ലാലോ എന്ന് തോട്ട് May 1st വീക്കൊക്കെ ആയപ്പം വന്നു. പക്ഷേ ഉടമ്പടി എടുക്കണമെങ്കിൽ എപ്പം പറ്റും, സാഹചര്യം സന്ദർഭം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ഉടമ്പടി എടുക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞു, നിനക്ക് മാതാവ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മാതാവ് തന്നെ നിനക്ക് സമയം എല്ലാം നിനക്ക് സെറ്റാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ May 2nd വീക്കൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് A20 എക്സാം ഉണ്ടായിരുന്നു. A20 എക്സാം യൂഷ്വലി നമുക്ക് എല്ലാ എക്സാംസും ഫ്രൈഡേസ് ആണ് അവർ കണ്ടക്ട് ചെയ്യാറ്. എന്നിട്ട് സാറ്റർഡേയും സൺഡേസും നമുക്ക് ലീവ് തരും.
അഗെയിൻ മൺഡേ തൊട്ട് ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയായിരുന്നു പതിവ്. അങ്ങനെ എൻ്റെ A2 എക്സാം ഒരു ഫ്രൈഡേ ആയിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്കും റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോഴത്തേക്കും മാനേജർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരാഴ്ച ലീവ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ആദ്യമേ വെച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ശരിക്കും ഒരാഴ്ച ലീവ് വന്നിട്ടു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ആർക്ക് ഇതുവരെ ഒരാഴ്ച ലീവ് കൊടുത്തിട്ടില്ല. അങ്ങനെ മമ്മി എന്നോട് പറഞ്ഞു നിനക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി മാധവ് സമയം തന്നാണ്. അങ്ങനെയാണ് May 20 കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ മൈസൂർ പോയപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഹാർട്ടും പൂവും തരാൻ തുടങ്ങിയതും. മാതാവ് കൊന്ന ചെല്ലാൾ വലിയൊരു കൃപാവരം തന്ന മാതാവ് അങ്ങനെയായിരുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം അതേപോലെ തന്നെ മൈസൂർ പഠിക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പം കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കുറേ പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു മാതാവ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മാതാവ് ചോദിച്ചു മാതാവ് ഞാൻ പോകണമെന്നാണെങ്കിൽ തിരിയിൽ പൂ തരണം, അവിടെ നിൽക്കണമെന്നാണെങ്കിൽ മാതാവ് എനിക്ക് ഹാർട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ദിവസമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര നല്ലൊരു പൂ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകണം തന്നെയാണ്. അങ്ങനെ അന്ന് തന്നെ ഞാൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി വെച്ചു. അക്കോമഡേഷൻ ഒന്നും സെറ്റായില്ല. അതൊക്കെ മാതാവിന് വിട്ടു കൊടുത്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തിരുവല്ലയ്ക്ക് അങ്ങനെ യാത്രയായി. തിരുവല്ല എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലിൽ അത് ഫുൾ ഫില്ലാന്ന് പറഞ്ഞു. പിന്നെ ഒരു കോൺവെൻറ്റ് ഉണ്ട്. പക്ഷേ കോൺവെൻറ്റ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ അയൺ ചെയ്യാനും പിന്നെ ചാർജറാണെങ്കിൽ ഒരു പ്ലഗ് മാത്രമേ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ വൈകുന്നേരം വരെ കുറേ PGs അന്വേഷിച്ച് നടന്നു. ഒരു PGs ഒന്നും സെറ്റായില്ല. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു എൻ്റെ സാരില്ല എനിക്ക് കോൺവെൻറ്റ് തന്നെ പോയി താമസിക്കാം, എന്നാലും കുറച്ച് നാളും കൂടെ ഇല്ലുള്ളൂ, താമസിക്കാം എന്ന രീതി പറഞ്ഞു. അപ്പോൾ അവൾ സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവളെ കൂടെ തിരിച്ച് കോൺവെൻറ്റിൽ പോയി സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്ററെ ഞങ്ങൾക്ക് റൂം വേണം. അപ്പം പറഞ്ഞു ഒരു ഡോർമെറ്ററി അവൈലബിൾ ആണ്, പിന്നെ ഒരു റൂം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കി ആ റൂം ഞങ്ങൾ എടുത്തോളാം പറഞ്ഞു. അങ്ങനെ സിസ്റ്ററെ ഞങ്ങളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോർ തുറന്നപ്പോഴത്തേക്കും ഷെൽഫിൽ കൃപാസന മാതാവിന് വലിയൊരു ഫോട്ടോ ആയിരുന്നു. അപ്പം മനസ്സിലായി മാതാവായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് മനസ്സിലായി. അങ്ങനെ തിരുവല്ല സ്റ്റേ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് November 4 എൻ്റെ B2 ഫസ്റ്റ് എക്സാം ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തു. ബാംഗ്ലൂരായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ബാംഗ്ലൂർ ഇപ്പോൾ എക്സാം എഴുതി. ജർമ്മൻ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ കോഡും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ എക്സാം സമയത്ത് എനിക്ക് കോഡ് ഒന്നും ചോദിച്ചില്ല. എനിക്ക് ആകെ സങ്കടം. ഞാൻ ആ സമയത്ത് വിശുദ്ധ തൈലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൃപാസന ഉപ്പ് ഞാൻ വിശ്വാസപ്രമ ചൊല്ലി മാതാവിന് വിട്ടുകൊടുത്താണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും കോഡ് വന്നു, എനിക്ക് മാത്രം ഒന്നും വന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞപ്പോൾ സ്പീക്കിംഗ് എക്സാം ഒക്കെ ഞാനത് ഇനിയിപ്പോൾ അടിപൊളി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പാർട്ട്ണർ ഒരു രീതിയിലും എനിക്ക് സഹകരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ആകെ ഫുള്ള് സങ്കടമായി. അപ്പോൾ ഞാൻ സാരില്ല, ഡെയിലി ഞാൻ കൊന്തയില്ലുമ്പോൾ എനിക്ക് എപ്പോഴും ഹാർട്ട് ഇപ്പോൾ ഡെയിലി വരും കേട്ടോ. ഒരു ദിവസം പോലും മുടക്കില്ലാണ്ട് ഡെയിലി എനിക്ക് വരുന്നുണ്ട്. മാതാവാണെങ്കിലും സിൽവർ ഗ്രേ മാതാവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ അത് സാരില്ല, ഇനിയിപ്പോൾ മാതാവ് എക്സാം പാസ്സാക്കിക്കോളും എന്ന് വിചാരിച്ചു. അങ്ങനെ November 30 ഞാൻ ഒരു വലിയ സ്വപ്നം കണ്ടു. അതായത് ഒരു വലിയ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഞാനും എൻ്റെ ഫ്രണ്ടും നിൽക്കുന്നു. എൻ്റെ അവിടെ ഫെയിലൊന്നും കാണിച്ചു, ഫ്രണ്ടിന് അവിടെ നിന്ന് ഒരു മാർക്കിന് അവൾ പാസ്സാകുന്നു കാണിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. നോക്കുമ്പോൾ സമയം 2:55 രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ പോയി. അല്ലെങ്കിൽ ഇപ്പം ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിയപ്പോൾ ഞാൻ കർണക്കൊന്ത എള്ളി. അതിനൊരു കൊന്ത എള്ളിയപ്പോഴത്തേക്കും മാതാവ് ഒരു അടിപൊളി ഹാർട്ട് എനിക്ക് തന്നു. അപ്പോൾ മനസ്സിൽ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല സാറില്ല എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് അനൗൺസ് ആയിട്ടുണ്ട്, മെയിൽ ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഫുൾ മൊഡ്യൂൾ ഫെയിലായി. എൻ്റെ ഫ്രണ്ട് ഒരു മാർക്കിനും പാസ്സായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജ് ടോപ്പറൊക്കെ ആയിരുന്നു. എനിക്ക് തോൽവി എനിക്ക് ലൈഫിൽ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സങ്കടം. പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയപ്പം അച്ഛൻ അന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഭയങ്കര വിശ്വസ്തോടെ പാലിക്കുന്ന ആൾക്കാർക്ക് ആദ്യ കാലങ്ങളിൽ അടയാളം ഉണ്ടായിരിക്കില്ല. കാരണം ദൈവത്തിന് അറിയാം അവർക്ക് എത്ര തോൽവിയും സങ്കടം കൊടുത്താലും അവർ ദൈവത്തെ വിട്ടു പോകില്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ തോൽവി കിട്ടുന്നതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഇരുന്നു. അന്ന് തോറ്റ ദിവസം തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്യാൻ ഒരു സെൻറ്റർ കൊച്ചിയിലെ എക്സാം എനിക്ക് കിട്ടി. December 9 ആയിരുന്നു എക്സാം. ഫസ്റ്റ് എക്സാം ഇതൊരു ചൊവ്വാഴ്ചയായിരുന്നു. സെക്കൻഡ് എക്സാം കിട്ടിയത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അങ്ങനെ അതേപോലെ ഉടമ്പടി ഉപ്പും തൈലം ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു, എക്സാം മൊത്തം ഫെയിൽ ആവുന്ന സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം കണ്ടു എക്സാം മൊത്തം പാസ്സാകുന്നു കണ്ടു. അങ്ങനെ January 1st വീക്കൊക്കെ ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി, ഒരു മൊഡ്യൂൾ ഫെയിൽ ചെയ്യും. അപ്പോഴത്തേക്കും കുഴപ്പമില്ല, 3 മൊഡ്യൂൾ കിട്ടിയില്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് മാത്രം ഇനിയിപ്പം സ്ലോട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ടെൽക്ക് എക്സാം ആയിരുന്നു അറ്റൻഡ് ചെയ്തപ്പം ഞാൻ നോക്കുമ്പം സ്പീക്കിംഗ് മാത്രമാണെങ്കിൽ ഫുൾ മൊഡ്യൂൾ അതേ റേറ്റ് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോൾ കൊല്ലത്ത് ഞാൻ നോക്കുമ്പോൾ 23,000 ഓൾമോസ്റ്റ് അടയ്ക്കണം. അപ്പോൾ ഞാൻ മാതാവ് ഇനിയിപ്പം ഫുൾ മൊഡ്യൂൾ പൊട്ടുന്നതും ഈ ഒരു മൊഡ്യൂൾ പൊട്ടുന്നതെല്ലാം ഒരേപോലെ പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് ഒരു സെൻറ്റർ ഉണ്ട്. പക്ഷേ അത് ഫുൾ മൊഡ്യൂൾ മാത്രമേ അവിടെ ഉള്ളൂ, അവിടെ പാർഷ്യൽ മൊഡ്യൂൾ എക്സാംസ് ഇല്ല. അപ്പോൾ അന്ന് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു മാം പാർഷ്യൽ മൊഡ്യൂൾ സ്പീക്കിംഗ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഇതും സ്ലോട്ട് ഓപ്പൺ ആയിട്ടില്ല, ഈ ഓപ്പൺ ആവുകയാണെങ്കിൽ തന്നെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി, വെബ്സൈറ്റിൽ കാണിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഇത് രണ്ടും കൽപ്പിച്ച് കൊല്ലത്ത് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പപ്പ എന്നോട് പറഞ്ഞു സാറിൽ നീ ചുമ്മാ വെബ്സൈറ്റ് നോക്ക്, ചിലപ്പോൾ ഇനിയിപ്പോൾ ഓപ്പൺ ആയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആയപ്പം സ്പീക്കിംഗ് സ്ലോട്ട് അവിടെ ഓപ്പൺ ആയി. അതും 9,500 മാത്രം ജസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഡേറ്റിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസം നോക്കിയപ്പോൾ അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ 2:30 സമയം. ഫസ്റ്റ് എക്സാം ഇത് ചൊവ്വ, സെക്കൻഡ് എക്സാം ഇത് ചൊവ്വ, തേർഡ് എക്സാം ഇത് ചൊവ്വ. ഞാൻ ചൊവ്വാഴ്ച പ്ലാൻ ചെയ്ത എക്സാം ഇതൊന്നുമല്ല, പക്ഷേ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ചൊവ്വയായി പോകുന്നതാണ്. അങ്ങനെ തേർഡ് എക്സാം ഞാൻ വീട് വിട്ട് ആ ഒരു സെൻറ്റർ വരെ ഉടമ്പടി ഉപ്പിട്ടിട്ടാണ് ഞാൻ പോയി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല, ഞാൻ ആദ്യം കംപ്ലീറ്റ്ലി വിട്ടു കൊടുത്തു. അങ്ങനെ February 10 ആയപ്പോഴത്തേക്കും മെയിൽ വന്നു, എനിക്ക് 75ൽ 73 മാർക്ക് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. അത് February 10 ആണ്. അതിന് കഴിഞ്ഞ വർഷം February 10 ഞാൻ പ്രാർത്ഥിച്ച ഡിസിഷൻ. ഈശോയോട് പറഞ്ഞല്ലോ മകളും വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്ത് പോവുക. അതെനിക്ക് കിട്ടിയ വചനം കഴിഞ്ഞ വർഷം February 10. ഈ വർഷം February 10 ആയപ്പം ഞാൻ കംപ്ലീറ്റ് മൊഡ്യൂളും പാസ്സായി. അങ്ങനെ അമ്മമാതാവും ഈശോപ്പം ഒരാരും നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നീടുള്ളത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയതാണ്.
അതായത് ജനുവരി ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പം ടെസ്റ്റ് ഡ്രൈവിന് തലേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പനിയും ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് പീരീഡ്സും കൂടെ ആയി. ആകെ എനിക്ക് വയ്യണ്ടായി, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, കാറിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്റ്റ് എച്ച് ആയിരുന്നു. എച്ച് എടുക്കും ഒരു സൈഡിലോട്ട് കുഴപ്പമില്ലായിരുന്നു. പിറ്റേ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ റിബൺ തട്ടി, കുറച്ച് മുമ്പ് ഞാൻ കമ്പിയും തട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ഫെയിൽ ആയല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് ബാക്കോട്ട് വന്നു. അതുകൊണ്ട് ഞാൻ കാറിന് ഇറങ്ങാൻ തുടങ്ങിയപ്പം പഠിപ്പിച്ച സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൾ ഇത്രയും ദിവസം മോൾ മര്യാദ ഓടിച്ചില്ല, ഇന്ന് എന്നാ കാട്ടിക്കുട്ടിയെന്ന് ചോദിച്ചു. പിന്നെ മോൾക്ക് വയ്യാത്തോ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ സാറ് ഒരു പോക്ക് പോവുകയും ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങി പോലീസിനെ അടുത്ത് പോയി. പോലീസിനെ ഭയങ്കര ചിരിച്ചാണിക്കും, എന്നാന്ന് എനിക്കറിയാം, ഭയങ്കര ചിരിച്ചാണിച്ചു. എന്നോട് നേഴ്സാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നേഴ്സാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എനിക്ക് ആ പേപ്പർ വന്നിട്ട് പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പഠിപ്പിച്ച സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൾ എന്തേ കാട്ടിക്കുട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആ പോലീസാറിന് എന്തോ കാരണം തോന്നിയിട്ട് മോളെ പാസ്സാക്കിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്സായി. എങ്ങനെ പാസ്സായി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം റൂൾസൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ആ ഒരു കമ്പി തട്ടി എല്ലാവരും അവിടെ ഫെയിലാക്കി, എന്നെ മാത്രം ഒന്ന് പാസ്സാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ റോഡ് എടുക്കുന്ന സമയത്തും കുറച്ച് തെറ്റുണ്ടായിരുന്നു. പക്ഷേ പോലീസുകാരൻ എന്തോ മാതാവിന് അനുഗ്രഹത്താൽ അതും എനിക്ക് പാസ്സാക്കി തന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇതേപോലെ തന്നെ കാരണപ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മൈസൂർ എന്ന സമയത്ത് എവിടെ അങ്ങനെ കാരണപ്രവർത്തി ചെയ്യാൻ ഭയങ്കര റെസ്ട്രിക്റ്റാണ്. കാരണം കർണാടകയിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ ഗൂഗിൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുറേ കെയർ ഹോംസും കാര്യങ്ങളും കണ്ടു. അങ്ങനെ ആയുഷ്മാൻ ഹെൽത്ത് കെയർ ഒരു സെൻറ്റർ ഞാൻ മൈസൂർ കണ്ടു. അപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഊബർ പിടിച്ച് അങ്ങോട്ട് പോയി, രണ്ടും കൽപ്പിച്ച് പോയി. അപ്പം ഫ്രണ്ടിൽ കുറേ നേഴ്സുമാർ നിൽപ്പുണ്ടായിരുന്നു. നേഴ്സുമാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് അലൗഡ് അല്ല, ഇവിടെ അങ്ങനെ പെർമിഷൻസ് ഒന്നും ഇല്ല, നിങ്ങൾ ആരും കയറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആകെ സങ്കടമായി. അപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി ഏതോ ഒരു മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പിള്ളേർക്ക് ഫോൺ കൊടുക്കുന്ന മാനേജർ പറഞ്ഞു. എന്നിട്ട് പുള്ളി എനിക്ക് ഫോൺ തന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാ, ഇവിടെ അങ്ങനത്തെ പെർമിഷൻസ് ഒന്നുമില്ല, നിങ്ങൾ മരിക്ക് പൊക്കോണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എല്ലാ സൺഡേസും നിങ്ങൾ സോഷ്യൽ സർവീസ് ചെയ്യണം, ജസ്റ്റ് 3 hours ഒക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ ലൊക്കേഷൻ പറഞ്ഞു തന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും 1 മണിക്കൂറും കഴിഞ്ഞു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക. ഞങ്ങൾ സൈഡിൽ നിർത്തി, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ ടെൻഷനായി. പുള്ളി പറഞ്ഞു, ഒരു പേപ്പർ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലെറ്റർ എഴുതണം, ഇതിന് മാനേജറിനെ കാണിക്കണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ പേടിപ്പിച്ചു. ഞാനത് വള്ളിക്കെട്ട് കേസ് വരണ്ടായിരുന്നു എന്ന് തോന്നലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെ റൂമിൽ കയറി വന്നു. അതിൻ്റെ ഫ്രണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ എന്നോട് നേഴ്സിംഗ് പഠിച്ചാൽ. അപ്പം ഞാൻ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ, നീ എന്നോട് ഇവിടെ സെയിം തിങ് അവൻ എന്നോടും ചോദിച്ചു, നീ എന്നെ ഇവിടെ. ഞാൻ അപ്പോൾ അവനെ സൈഡിലോട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് സോഷ്യൽ സർവീസ് അല്ലെ സൺഡേസും ചെയ്യണം ആഗ്രഹമുണ്ട്, പക്ഷേ സാറൊന്നും പെർമിഷൻ തരുന്നില്ല. ഇവർ പറയുന്നു ഇന്ന ഹൈ അതോറിറ്റിയുടെ പെർമിഷൻസ് ഒക്കെ വേണം. അവൻ പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ നേഴ്സിംഗ് ഓഫീസറാണ്, ഞാൻ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ ആരോ ഫോൺ വിളിച്ചു, എല്ലാം സെറ്റാക്കി ഓൺ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ കെയർ ഹോമിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ എല്ലാവരും പരിചയപ്പെടുത്തി തന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് നേഴ്സുമാരടക്കം ഭയങ്കരമായിട്ട് അവരെല്ലാം എന്തോ വലിയ പോയി. കാരണം ഞങ്ങൾ ഓടിച്ചിട്ട് പിള്ളേർ പിന്നെ എഗെയിൻ വന്നല്ലോ, അതും നേഴ്സിംഗ് ഓഫീസറിൻ്റെ കൂടെ. അങ്ങനെ അവിടെ എല്ലാവരും പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സൺഡേസും അവിടെ പോകാൻ തുടങ്ങി. ഞങ്ങൾ ഈ പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് പിറ്റേ ദിവസം ഇവൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി. കാരണം ഇവന് വേറെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൻ മാലാഖനെ പോലെ അവിടെ വന്നതാണ്. ഞങ്ങൾക്ക് എല്ലാം പെർമിഷൻസ് തന്നിട്ട് അതിനടുത്ത് പോവുകയും ചെയ്തു. അങ്ങനെ മൈസൂർ വന്നപ്പം എല്ലാ സൺഡേസും അവിടെ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. മ്യൂസിക് തെറാപ്പി, ഡാൻസ് തെറാപ്പി ഒക്കെ അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ഞാൻ തിരുവല്ലയിലായിരുന്ന സമയത്ത് കുറച്ച് ഹാൻഡിക്യാപ്ഡ് പിള്ളേരുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ മിക്ക സൺഡേസും വിസിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ നാട്ടിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ എല്ലാ ആഴ്ചയും അപ്പോൾ അപ്പച്ചന്മാർ അമ്മച്ചന്മാർ കുളിപ്പിക്കാൻ പോകും, അവർ ഡ്രസ്സ് അലക്കി കൊടുക്കും, നഖം വെട്ടി കൊടുക്കും, പിന്നെ ഫുഡൊക്കെ വാരി കൊടുക്കും. പിന്നെ നേഴ്സായതുകൊണ്ട് ഈ പ്രഷറും ഷുഗറൊക്കെ ഒരു സ്കെഡ്യൂൾ പോലെ എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കുറേ ചെയ്യലുണ്ട്. അതായത് ഞാൻ ചിലപ്പോൾ റോഡിൽ നടന്നു സ്ട്രീറ്റിലൊക്കെ കൃപാസമാധാനം പത്രമൊക്കെ ഇങ്ങനെ കീറി വലിച്ച് കളഞ്ഞ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം പറക്കി ഞാൻ സൂക്ഷിച്ച് വെക്കും. ഡസ്റ്റ്ബിന്നിൽ എനിക്ക് കുറേ കൃപാസപത്രം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പിന്നെ എന്തായാലും പള്ളി പോയപ്പം ഒരു സെറ്റ് പത്രം ചുമ്മാ അവിടെ ഇരിക്കുന്നു, അതൊക്കെ എടുത്ത് ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഡെയിലി ബ്രെഡും ഡെയിലി കാണും ഷെയർ ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ എനിക്ക് മാതാവിന് ഈശോൻ്റെ ഫോട്ടോസ് റീലി എൻ്റെ ഫോണിൽ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും കാണിക്കും. മാതാവ് എനിക്ക് തന്നു പറയുമ്പോൾ അങ്ങനെ കുറേ പേര് വിശ്വാസം കൂടാൻ തുടങ്ങി. അങ്ങനെ കുറേ പേര് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹം തന്ന നിശോപ്പായ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു.